القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സമയം വരെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മാഇദ, അതിലെ 107, 108 രണ്ടായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനുമായി ഹൃദയത്തെ ഇണക്കാനും ഖുർആനിനെ ഇമാമായി സ്വീകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ്, അതൊരു വിശദീകരണമാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരംഭ കാലഘട്ടത്തിൽ വസിയത്തിലൂടെ മാത്രമായിരുന്നു അനന്തര സ്വത്തുക്കൾ ലഭിച്ചിരുന്നത്. അപ്പോൾ ആ വസിയത്ത് എഴുതി വെക്കുന്നതിന് നീതിമാന്മാരായ 2 സാക്ഷികളെ ചുമതലപ്പെടുത്തി. അപ്പോൾ ആ സാക്ഷികൾ എന്താണോ എഴുതി വെക്കുന്നത് അതിലൂടെ മാത്രമേ അനന്തരാവകാശികൾക്ക് അനന്തര സ്വത്തുക്കൾ ലഭിച്ചിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇനി ഒരു യാത്രയിലാണ്, യോഗ്യരായ സാക്ഷികൾ കൂടെയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളവരെ വെച്ചുകൊണ്ടിട്ട് 2 സാക്ഷികളെ വെച്ചുകൊണ്ട് വസിയത്ത് ചെയ്യണം എന്നുള്ള നിയമം ആ സാക്ഷികൾ തന്നെ പലപ്പോഴും വഞ്ചന കാണിക്കുകയും അനന്തരാവകാശികളായ യഥാർത്ഥത്തിലുള്ള അനന്തരാവകാശികൾക്ക് അവർക്ക് കിട്ടേണ്ടുന്ന അവകാശം കിട്ടാതെ പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യമുണ്ടായപ്പോൾ ആ നിയമത്തിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് തരിക്കത്തുൽ മയ്യിത്ത് അഥവാ മയ്യിത്ത് ഇട്ടിട്ട് പോകുന്ന സ്വത്ത്, ആ സ്വത്തിന് അവകാശികളായിട്ടുള്ള ആളുകൾ, അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആൺമക്കളാകട്ടെ, പെൺമക്കളാകട്ടെ, അവർക്കൊക്കെ ലഭിക്കേണ്ടുന്ന വിഹിതത്തിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فَإِنْ عُثِرَ عَلَى أَنَّهُمَا اسْتَحَقَّا إِثْمًا فَآخَرَانِ يَقُومَانِ مَقَامَهُمَا مِنَ الَّذِينَ اسْتَحَقَّ عَلَيْهِمُ الْأَوْلِيَاءُ. അഥവാ ഈ സാക്ഷിത്യം നിർത്തപ്പെട്ടിട്ടുള്ള 2 ആളുകൾ അവർ സ്വയം തെറ്റിലകപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായാൽ, അതായത് വസിയത്ത് കൃത്യമായി അവർ പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, അവരുടെ സ്ഥാനത്ത് നിന്ന് അവരെ എന്ത് ചെയ്യാം, ബന്ധുമിത്രാദികൾക്ക് മാറ്റി വേറെ 2 പേരെ അവിടേക്ക് എന്ത് ചെയ്യാം, നിയമിക്കാം. അങ്ങനെയും നിയമമുണ്ട്. എന്തെങ്കിലും ഒരു സംശയം ഈ സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് വേറെ 2 ആളുകളെ എന്ത് ചെയ്യാം, നിയമിക്കാം. അങ്ങനെ വരുമ്പോൾ ഫയുഖ്സിമാനി ബില്ലാഹ്, വീണ്ടും 2 സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരും എന്ത് ചെയ്യണം, അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണം. എന്താ സത്യം ചെയ്യേണ്ടത്? ലശഹാദതുനാ അഹഖു മിൻ ഷഹാദതിഹിമാ, ഇവര് സത്യം ചെയ്യേണ്ടത് ഉറപ്പായും ഞങ്ങളുടെ സാക്ഷ്യമാണ് ഇവരുടെ സാക്ഷ്യത്തെക്കാൾ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളത് എന്ന് ഇവര് സത്യം ചെയ്യണം. മാത്രമല്ല ഞങ്ങൾ ഒരു അനീതിയും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അക്രമികളായി തീരും എന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം. മനസ്സിലായോ? ഇന്ന് സാക്ഷികൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചവരാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവരെ മാറ്റി ആ സ്ഥാനത്തേക്ക് 2 സാക്ഷികളെ കൊണ്ടുവരികയും ആ 2 സാക്ഷികളെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. അള്ളാഹുവിനെ കൊണ്ട് അവരെന്ത് ചെയ്യണം, സത്യം ചെയ്യണം. അവരെങ്ങനെ സത്യം ചെയ്യേണ്ടത്? അവർ സത്യം ചെയ്യേണ്ടത് ഉറപ്പായും ഞങ്ങളുടെ സാക്ഷ്യമാണ്, ഞങ്ങളുടെ ഷഹാദത്താണ് ഇവരുടെ സാക്ഷ്യത്തെക്കാൾ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളത് എന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു അവർ പറയണം. രണ്ടാമതായിട്ട് അവർ പറയണം, ഞങ്ങൾ ഒരു അനീതിയും ചെയ്തിട്ടില്ല,
അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അക്രമികളായി തീരുന്നതാണ് എന്നും അവർ കൂട്ടിച്ചേർത്ത് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം. ذلك أدنى أن يأتوا بالشهادة على وجهها. യഥാവിന് സാക്ഷ്യം നിർവഹിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഇതാണ്. അല്ല പറയാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചാൽ ആളിനെ മാറ്റി 2 ആളുകളെ പകരം കൊണ്ടുവരണം. അതാണ് ഏറ്റവും നല്ല മാർഗം, ഏറ്റവും പറ്റിയ മാർഗം. ഔ യഖാഫൂ അൻ തുറദ്ദ അയ്മാനൻ ബഅദ അയ്മാനിഹിം. അല്ലെങ്കിൽ എന്താണ്, തങ്ങളുടെ സത്യത്തിന് ശേഷം മറ്റുള്ളവരുടെ സത്യങ്ങളെ ഞങ്ങൾ ഖണ്ഡിക്കപ്പെടും എന്ന് അവർ ഭയപ്പെടുകയാണെങ്കിൽ ആ അവസരത്തിലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. നീ ഒരാൾ സാക്ഷ്യം വഹിച്ചും സത്യം ചെയ്തു, അപ്പൊ സത്യം ചെയ്തിട്ട് വേറെ 2 ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഇവർ പറഞ്ഞ സത്യം യഥാർത്ഥത്തിലല്ല, ഇവർ സത്യം ചെയ്തതും യഥാർത്ഥ രൂപത്തിലല്ല, ആ സത്യത്തിന് ഞങ്ങളിതാ ഖണ്ഡിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെയും ആളുകൾ രംഗത്ത് വന്നാൽ അവരും ഇങ്ങനെ തന്നെയാണ് സത്യം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിന്റെയും പരിസമാപ്തി എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഭയപ്പെടലാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്. അവന്റെ കൽപ്പനകളെ കേട്ട് അനുസരിക്കലാണ്. ഇനി എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടായാലും എല്ലാത്തിന്റെയും ആകെ തുക എന്ന് പറയപ്പെടുന്നത് 2 കാര്യമാണ്. ഒന്നാമത്തത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. ഇനി നമ്മളൊക്കെ ഇനി എന്തെല്ലാം തരത്തിൽ വ്യാഖ്യാനങ്ങൾ നടത്തിയാലും നമ്മളെ നിരീക്ഷിക്കുന്ന ആലിമുൽ അല്ലാമയായ അള്ളാഹു ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകും. അതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പനകളെ നന്നായിട്ട് കേൾക്കണം, എന്നിട്ടതനുസരിക്കണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളായ ജനതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലാക്കുകയില്ല. സ്വന്തം ഫാസിഖീങ്ങളായ ആളുകൾ, നന്മയിലേക്ക് തിരിയണമെന്ന് കൊതിക്കാത്ത ആളുകൾ, അവരെ അല്ലാഹു തആല ഹിദായത്തിലേക്ക്, നേർവഴിയിലേക്ക് അല്ലാഹു ആക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരായത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്തുവെങ്കിൽ നാളെ പ്രവാചകന്മാര് പോലും ഭയവിഹ്വലരായി തീരുന്ന, ഉത്തരം മുട്ടിപ്പോകുന്ന, റബ്ബിന്റെ മുന്നിൽ ഒരു വല്ലാതെ വിഷമസന്ധിയിലായി പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ആരോട്? മുർസലീങ്ങളോട്, പ്രവാചകന്മാരോടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യമുണ്ട് നാളെ മഹ്ശറിൽ വെച്ച്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കേൾക്കാം. ചെറിയൊരായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ സംഭവത്തിലേക്ക്, അൽഹംദുലില്ലാഹ്, ഒരു വലിയൊരു ചരിത്രത്തിലേക്ക്, അതായത് ഈ സൂറത്തിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്നത്. സൂറത്തിന്റെ പേരെന്താണ്? മൈദയുടെ അർത്ഥം എന്താണ്? മൈദയുടെ അർത്ഥം എന്താണ്? ഭക്ഷണത്തളിക. അപ്പൊ ഈ സൂറത്തിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ചരിത്രം എന്താണ്? ഭക്ഷണത്തളിക. അതെവിടെ നിന്ന് വന്നതാണ്? അതിൽ ആ ഭക്ഷണത്തളികയിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിരുന്നു? ഇത് ആർക്ക് വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഈ നമ്മൾ ഇതിവൃത്തം എന്നൊക്കെ പറയുന്നു, ഒരു ചരിത്രത്തിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ ഒരു കവിതയുടെ ഇതിവൃത്തം, ഈ പരിശുദ്ധമായ സൂക്തത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് ഇൻഷാ അല്ലാഹ് 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു പോകും. അങ്ങനെ ഈ സൂറത്ത് തീരും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കേൾക്കാൻ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.